ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധി അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇത്തവണ ISL നടക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് പറയാനാവില്ല എന്നുള്ളതാണ്. അതായത് FSDLുമായുള്ള MRA കോൺട്രാക്റ്റ് ഇന്നലത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ട്. അത് ഇതുവരെ പുതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ സീസണിൽ ഇപ്പോൾ ISL നടക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ മനോരമ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ISLന്റെ സ്പോൺസർമാരായ FSDLും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് MRA കോൺട്രാക്റ്റ് ഇന്നലത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ട്. പുതിയ സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ തുടരുന്നത്. ഇത് ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 13 ISL ക്ലബ്ബുകൾ വീണ്ടും ഫെഡറേഷന് ഇന്നലെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ നിലയിൽ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് കത്തിലെ ഉള്ളടക്കം. ഇത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൈമാറി എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഭൂരിഭാഗം ക്ലബ്ബുകളും കളിക്കാർക്കും മറ്റംഗങ്ങൾക്കും ശമ്പളം നൽകുന്നുണ്ട്. കരാർ കുടിശ്ശികയും തീർത്തു. പരസ്പര വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ ഈ നിലയിൽ പോവുക എന്നുള്ളത് അസാധ്യമാണ്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയിൽ ഫുട്ബോൾ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. സാമ്പത്തിക നഷ്ടത്തിനിടയിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ മുഖ്യ സ്പോൺസർഷിപ്പ് നിലച്ചതോടുകൂടി കാര്യങ്ങൾ എല്ലാം അവതാളത്തിലായിട്ടുണ്ട്. ഇതോടെ ഒരു വരുമാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ക്ലബ്ബുകൾ മാറി എന്നൊക്കെയാണ് ഈ കത്തിൽ ക്ലബ്ബുകൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വരുന്ന 20-ാം തീയതി ഫെഡറേഷന്റെ ഒരു വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിലും ഇത് തന്നെയായിരിക്കും ഒരു ചർച്ചാ വിഷയമായി കൊണ്ടുവരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.